വചനദീപം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 6:27 മുതൽ 36 വരെ. എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നിന്നെ ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക. നിന്റെ പുതപ്പ് എടുത്തു കളയുന്നവന് വസ്ത്രവും തടുക്കരുത്. നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക. നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തു ഉപചാരം കിട്ടും? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്തു ഉപകാരം കിട്ടും? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. മടക്കി വാങ്ങിക്കൊള്ളാം എന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്തു കിട്ടും? പാപികളും കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് പാപികൾക്ക് കടം കൊടുക്കുന്നുവല്ലോ. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പിൻ. എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. അവൻ നന്ദികെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നതുപോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവിൻ. ക്ഷമിക്കണേ നാഥാ, നിന്നുടെ സ്നേഹം നിരസിച്ചുവാണവൾ ഞാൻ. ക്ഷമിക്കണേ നാഥാ, നിന്നുടെ സ്നേഹം നിരസിച്ചുവാണവൾ ഞാൻ. എനിക്കായി നീ ചെയ്ത ത്യാഗങ്ങളെല്ലാം, എനിക്കായി നീ ചെയ്ത ത്യാഗങ്ങളെല്ലാം നിനക്കാതെ പോയവൾ ഞാൻ. ക്ഷമിക്കണേ നാഥാ, നിന്നുടെ സ്നേഹം നിരസിച്ചുവാണവൾ ഞാൻ. ലോകത്തിൻ സ്നേഹം തേടിയലഞ്ഞു ഞാൻ, ലോകത്തിൻ സ്നേഹം തേടിയലഞ്ഞു ഞാൻ. ശോകത്തിലായൻ ജന്മം, അകതാര ശൂന്യത മാത്രം സമ്പാദ്യമായ, അകതാര ശൂന്യത മാത്രം സമ്പാദ്യമായ ക്ഷമിക്കണേ നാഥാ, നിന്നുടെ സ്നേഹം നിരസിച്ചുവാണവൾ ഞാൻ.
യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിലെ ഈ ഭാഗം അനേക ആളുകൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ ഉപദ്രവിക്കുവാനും കളിയാക്കുവാനും അവരിൽ കുറ്റം ആരോപിക്കുവാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചിലർ ക്രിസ്തു ശിഷ്യന്മാരെ ഉപദ്രവിക്കുവാനുള്ള ലൈസൻസായി ഈ ഭാഗം കരുതുന്നു. ഒരു ക്രിസ്തു ശിഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കാനേ സാധിക്കില്ല എന്ന് ഈ ഭാഗം വായിച്ചിട്ട് പലരും കരുതുന്നു. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ തന്നെ പറയുന്ന ഒരു കാര്യമാണിത്. ഒരിക്കലും യേശുക്രിസ്തു പറഞ്ഞതനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയില്ല എന്നവർ പറയുന്നു. ഇനി ഞാൻ ഒരു നടന്ന സംഭവം പറയാം. ഒരു 40 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഒരു പട്ടണത്തിൽ ഒരു രാഷ്ട്രീയ യോഗം നടക്കുകയാണ്. ഈ രാഷ്ട്രീയ യോഗത്തിൽ പ്രസംഗിച്ചയാൾ ക്രിസ്ത്യാനികളെ കുറ്റം പറയുകയാണ്. അയാൾ പറയുന്ന കാര്യം ഇതാണ്: യേശുക്രിസ്തു പറഞ്ഞു, നിന്റെ വലത്തെ ചെകിട്ടത്തടിക്കുന്നവന് ഇടത്തെ ചെകിട് കാണിച്ചു കൊടുക്കുക. വാസ്തവത്തിൽ യേശുക്രിസ്തു അങ്ങനെയല്ല പറഞ്ഞത്. ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറ്റേത് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത്. ഇടത്തേത് വലത്തേത് എന്ന് പറഞ്ഞിട്ടില്ല. അതെന്തുവാകട്ടെ, ഇദ്ദേഹം പറയുകയാണ്, യേശുക്രിസ്തു പറഞ്ഞു നിന്റെ വലത്തെ ചെകിട്ടത്തടിക്കുന്നവന് ഇടത്തെ ചെകിട് കാണിച്ചു കൊടുക്കണം. ഇതനുസരിക്കുന്ന ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ഇന്ന് ഈ ഭൂമിയിലുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രസംഗത്തിൽ ചോദിച്ചത്. അദ്ദേഹം ഇങ്ങനെ ഈ മൈതാനത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേര സമയമാണ്. ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, ആരും അറിയുന്ന ഒരു വ്യക്തിയല്ല, ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു. ജോലി കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി വന്ന് ബസ് ഇറങ്ങി നിന്നപ്പോൾ കേട്ടതാണ് ഈ മനുഷ്യൻ്റെ പ്രസംഗം. പ്രസംഗത്തിൽ ഇദ്ദേഹം ക്രിസ്ത്യാനികളെ വെല്ലുവിളിക്കുന്നു. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ഉണ്ടോ ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ക്രിസ്ത്യാനി? ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് ഇദ്ദേഹം വീണ്ടും പറഞ്ഞു. ഈ സാധു മനുഷ്യൻ ഒരു ഫാക്ടറിയിലെ സാധാരണ ഒരു തൊഴിലാളി. തൻ്റെ ഭക്ഷണവും അത് കൊണ്ടുവന്ന പാത്രവും വെച്ചിരിക്കുന്ന ഒരു സഞ്ചിയുണ്ട് കയ്യിൽ. അദ്ദേഹം ഈ സഞ്ചിയുമായി നേരെ ആ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അദ്ദേഹം ആ സ്റ്റേജിലേക്ക് കയറി. ആൾക്കാരൊക്കെ ഓടിക്കൂടാൻ തുടങ്ങിയപ്പോഴേക്കും അയാൾ പ്രസംഗകനോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കുന്ന ക്രിസ്ത്യാനികൾ ഈ ലോകത്തില്ല എന്ന്. ഞാൻ അങ്ങനത്തെ ഒരു ക്രിസ്ത്യാനിയാ, വേണമെങ്കിൽ എന്നെ അടിച്ചോളൂ. പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന ആൾക്ക് അടിക്കാതെ നിവൃത്തിയില്ല. അദ്ദേഹം കയറി വന്ന ആളുടെ ചെകിട്ടിൽ ഒരടി കൊടുത്തു. അദ്ദേഹം ഒട്ടും അടിക്കാതെ മറ്റേ ചെകിട് കൂടി കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെ കൂടി അടിച്ചോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം രണ്ടാമത്തെ ചെകിട്ടത്തും അടിച്ചു. അതിനുശേഷം ഈ അടി കൊണ്ട വ്യക്തി പ്രസംഗിച്ചയാളോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഈ കാര്യം പ്രസംഗിക്കുമ്പോൾ ഒരു ചെകിട്ടത്തടിച്ചാൽ മറു ചെകിട് കാണിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയണം എന്ന് പറഞ്ഞു. അദ്ദേഹം ശാന്തനായി തൻ്റെ സഞ്ചിയും എടുത്തുകൊണ്ട് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നടന്നുപോയി. പ്രസംഗകനും കാണികളും സ്തബ്ധരായി നിന്നു. ഇത് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഞാനിത് പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മളിന്ന് വായിച്ച ഭാഗം അനേക ആളുകൾ അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ്, ആരെക്കൊണ്ടും അനുസരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇത് അനുസരിക്കുന്ന ചില ആളുകൾ ഈ ഭൂമിയിലുണ്ട്. ആരെക്കൊണ്ടും അനുസരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ന് നിങ്ങളോട് പറയുന്നത് പിശാചാണ്. തീർച്ചയായും ഇതനുസരിക്കുന്ന ആളുകൾ, അനുസരിച്ച ആളുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നാം ഈ ഭാഗം വായിക്കുമ്പോൾ അനുസരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കർത്താവ് പറയുന്നത് എന്ന ആ മുൻവിധി നമുക്ക് ആദ്യം തന്നെ മാറ്റിവെക്കാം. കർത്താവ് ആദ്യം ആളുകളോട് പറയുന്നു, കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ,
നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ. ആരാണ് ശത്രുക്കൾ? നമ്മെ ശാരീരികമായി ഉപദ്രവിക്കുന്നവർ നമ്മുടെ ശത്രുക്കളാണ്. അടിക്കുക, ഇടിക്കുക, ദേഹോദരം ഏൽപ്പിക്കുന്നവർ ശത്രുക്കളാണ്. കൂടാതെ വൈകാരികമായി നമ്മളെ ഉപദ്രവിക്കും. നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, നമ്മുടെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നവർ, അവർ നമ്മോടുള്ള വെറുപ്പ് അവർ അങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്. പിന്നെ വേറൊരു കൂട്ടർ സാമൂഹികമായി നമ്മെ ശത്രുക്കളായി കണക്കാക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മെ പരിഹസിക്കുന്നു, കൊച്ചാക്കുന്നു. നമ്മുടെ ജാതിപ്പേരോ അല്ലെങ്കിൽ നാം ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കുന്നവർ. ഇങ്ങനെ ശാരീരികമായും വൈകാരികമായും സാമൂഹ്യമായും നമ്മളോട് ശത്രുത പ്രകടിപ്പിക്കുന്നവർ. കർത്താവ് പറയുന്നു, ആ നിലയിൽ ശത്രുത്വം പ്രകടിപ്പിക്കുന്ന ആളുകളെ നിങ്ങൾ സ്നേഹിപ്പിൻ. നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ. നിങ്ങളുടെ ശത്രു നിങ്ങളെ വെറുക്കുന്നു, പകയ്ക്കുന്നു. പകയല്ലെങ്കിൽ വെറുപ്പ് അത് മനസ്സിനുള്ളിലുള്ള ഒരു കാര്യമാണ്. അവർ നിങ്ങളോടുള്ള പകയും വെറുപ്പും പ്രവൃത്തികളിലൂടെയാണ് പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവരെ നിങ്ങൾ നേരിടണം. എങ്ങനെയാണ് നേരിടേണ്ടത്? അവരെ അനുഗ്രഹിക്കുക, അവർക്ക് ഗുണം ചെയ്യുക. നമ്മുടെ ശത്രുക്കളായവർ, നമ്മെ പകയ്ക്കുന്നവർ, നമ്മെ ചതിക്കുന്നവർ, അതുപോലെ നമ്മളുടെ മോശമായ സാഹചര്യങ്ങൾ മുതലെടുത്ത് നമ്മെ ചൂഷണം ചെയ്യുന്നവർ. നമുക്ക് എന്തോ ഒരു അത്യാവശ്യമുണ്ട്, പണമില്ല. ആ സമയം നമ്മിൽ നിന്ന് അമിതമായി പലിശ ഈടാക്കി അല്ലെങ്കിൽ നമുക്ക് വിലയുള്ള എന്തെങ്കിലും സാധനം ചെറിയ വിലയ്ക്ക് തട്ടിയെടുക്കുന്നവർ, ഇവരൊക്കെ നമ്മെ പകയ്ക്കുന്നവരാണ്. അവരുടെ പക അവർ ഈ നിലയിലൊക്കെയാണ് പ്രകടിപ്പിക്കുന്നത്. ഇങ്ങനെ നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് നിങ്ങൾ ഗുണം ചെയ്യുക. ആദ്യം ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ സ്നേഹിക്കുക എന്നുമല്ല അർത്ഥം. താൻ അത് വിശദീകരിക്കുകയാണ്. മറ്റുള്ളവർ, അതായത് നിങ്ങളുടെ ശത്രുക്കൾ, അവരുടെ വെറുപ്പ് പ്രകടിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കണം. എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? 27-ാം വാക്യത്തിൻ്റെ അവസാനം പറയുന്നു, നിങ്ങൾ അവർക്ക് ഗുണം ചെയ്യണം. അവർക്ക് നന്മ വരുവാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കണം. അതാണ് ഗുണം ചെയ്യുക എന്നതിൻ്റെ അർത്ഥം. നിങ്ങളെ ഉപദ്രവിക്കുന്നവർ, നിങ്ങളെ ചതിക്കുന്നവർ, ചതിച്ചവർ, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ പരിഹസിക്കുന്നവർ, കൊച്ചാക്കുന്നവർ, അവർക്ക് ഗുണം വരത്തക്ക വിധം കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് യേശു പറഞ്ഞത്. അടുത്തതായി, നിങ്ങളെ ശപിക്കുന്നവർ, അവർക്ക് ഒരു പക്ഷേ ശാരീരികമായോ വൈകാരികമായോ സാമൂഹ്യമായോ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, നിങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് ചെയ്യാവുന്ന ഏക കാര്യം നിങ്ങളെ വാക്കുകൊണ്ട് ശപിക്കുക എന്നതാണ്. അവരുടെ വെറുപ്പ് അവരുടെ വാക്കുകളിൽ കൂടിയാണ് പുറത്തു വരുന്നത്. അങ്ങനെ അവരുടെ വാക്കുകൾ, ശാപവാക്കുകൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ അത് വെറുതെ മിണ്ടാതെന്ന് കേട്ടാൽ പോരാ. അതല്ല ഈ കർത്താവോട് പറയുന്നത്. നിങ്ങൾ അവരെ അനുഗ്രഹിക്കണം. അവർക്ക് നന്മ വരട്ടെ എന്ന് നിങ്ങൾ ഉറക്കെ ആശംസിക്കണം. അതാണ് യേശു പറയുന്നത്. നിങ്ങളെ ദുഷിക്കുന്നവർ, നിങ്ങൾ തെറ്റ് ചെയ്തു, നിങ്ങൾ തെറ്റുകാരാണ്, നിങ്ങൾ ചെയ്യാത്ത തെറ്റ് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ആരോപിക്കുന്നവർ, മറ്റുള്ളവരോട് നിങ്ങളുടെ കുറ്റം പറയുന്നവർ, അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. മറ്റുള്ളവർ നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുക, റിട്ടാലിയേറ്റ് ചെയ്യാതെ, പ്രതികാരം ചെയ്യാതിരിക്കുക, അത് പോരാ. മറിച്ച് നിങ്ങൾ അവർക്ക് ഗുണം ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിക്കണം. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാനിടയില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, നിങ്ങൾ ആരെയും പകയ്ക്കില്ല. നിങ്ങളുടെ സ്നേഹിതന്മാരെയും സ്നേഹിക്കും, നിങ്ങളുടെ ശത്രുക്കളെയും സ്നേഹിക്കും. നിങ്ങളോട് ഇഷ്ടമില്ലാത്തവരും നിങ്ങളെ വെറുക്കുകയും പകയ്ക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നവരെയും നിങ്ങൾ പകയ്ക്കില്ല. നിങ്ങൾക്ക് അവരോട് യാതൊരു തെറ്റായ ചിന്താഗതിയും ഇല്ല. അതുപോലെ തന്നെ
നിങ്ങൾ ആരെയും ശപിക്കില്ല. പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം, 1 പത്രോസ് 3:9, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ എന്നും പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം, നാം ഏത് സാഹചര്യത്തിൽ കൂടി കടന്നുപോയാലും മറ്റുള്ളവർ നമ്മെ എങ്ങനെയൊക്കെ പ്രകോപിപ്പിച്ചാലും എന്തൊക്കെ ഉപദ്രവം നമുക്ക് ചെയ്താലും, അത് ശാരീരികമോ മാനസികമോ വൈകാരികമോ സാമൂഹികമോ ആയിരിക്കാം, എങ്ങനെയൊക്കെയാണെങ്കിലും അവർ എന്തൊക്കെ ചീത്തയായ കാര്യം നമ്മെക്കുറിച്ച് പറഞ്ഞാലും ചെയ്താലും ഒരു ക്രിസ്തു ശിഷ്യന് അവരെ ശപിക്കുവാൻ അധികാരമില്ല. നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കേണ്ടതിനാണ്. അതുകൊണ്ട് അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ നാം അനുഗ്രഹിക്കുന്നവരായിരിക്കണം, ശപിക്കുന്നവരായിരിക്കരുത്. അതുകൊണ്ട് ഒരു ക്രിസ്തു ശിഷ്യൻ ഒരിക്കലും ആരെയും ശപിക്കാൻ പാടില്ല. പല ആളുകളും ഈ കാര്യത്തിൽ തെറ്റിപ്പോകുന്നുണ്ട് എന്ന് ദുഃഖത്തോടെ പറയട്ടെ. ആത്മീക നേതൃത്വത്തിലുള്ള ആളുകൾ പോലും പരസ്യമായി മറ്റുള്ളവരെ ശപിക്കുന്നത് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദൈവമകന്, ഒരു ക്രിസ്ത്യാനിക്ക് അത് ചെയ്യാൻ അവകാശമില്ല. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. ഒരു കാരണവശാലും മറ്റുള്ളവരെ ശപിക്കുവാൻ കർത്താവ് നമ്മെ അനുവദിക്കുന്നില്ല. ഇനി നിങ്ങളെ ഉപദ്രവിക്കുന്നവർ, അവർക്ക് ദോഷം വരണമെന്ന് പ്രാർത്ഥിക്കണം എന്നല്ല ഇവിടെ വായിക്കുന്നത്. അവർക്ക് നന്മ വരണം, അവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകണം എന്ന് വേണം പ്രാർത്ഥിക്കാൻ. ഉപദ്രവിക്കുന്നവർ, ശാരീരികമായി ഉപദ്രവിക്കുന്നവരുടെ കാര്യമാണ് 29-ാം വാക്യത്തിൽ വായിക്കുന്നത്. നിന്റെ ഒരു ചെകിടത്തടിച്ചാൽ തിരിച്ചടിക്കുക എന്നതാണ് മാനുഷികമായ പ്രതികരണം. എന്നാൽ ഒരു ക്രിസ്തു ശിഷ്യൻ തിരിച്ചടിക്കാൻ പാടില്ല എന്നത് പോട്ടെ, അയാൾക്ക് വീണ്ടും അടിക്കുവാൻ അവസരമുണ്ടാക്കി കൊടുക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അയാൾ വീണ്ടും അടിച്ചാൽ അയാളെ തടയരുത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിന്റെ പുതപ്പ് എടുത്തു കളയുന്നവൻ, പലസ്തീനിൽ വസ്ത്രവും പുതപ്പും അത്യാവശ്യമാണ്, കാരണം തണുപ്പുണ്ട്. നിന്റെ പുതപ്പ് രാത്രിയിൽ എടുക്കുന്നവൻ, നിന്റെ പുതപ്പെടുത്ത് കളഞ്ഞാൽ തണുപ്പ് കൊണ്ട് നിനക്ക് ഉറങ്ങാൻ സാധിക്കില്ല. അങ്ങനെയുള്ള അവസരത്തിൽ നിന്റെ പുതപ്പെടുത്തവന് നിന്റെ വസ്ത്രം കൂടി തരാം എന്ന് ഓഫർ ചെയ്യണം എന്നാണ് കർത്താവ് പറയുന്നത്. അതുപോലെ നിന്നോട് ആരെങ്കിലും പണം കടം ചോദിച്ചാൽ തരികയില്ല എന്ന് പറയാൻ പാടില്ല എന്നാണ് 30-ാം വാക്യം പറയുന്നത്. നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക, നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത്. ഇത് സാധിക്കുമോ? നിങ്ങളെ മനഃപൂർവ്വം കൊള്ളയടിക്കുന്നവൻ ചതിക്കുകയാണ്. നിങ്ങൾക്കറിയാം, അയാൾക്കും അറിയാം, എങ്കിലും അതിന് നിന്നു കൊടുക്കണോ? ഇതാണ് പലരും ചോദിക്കുന്ന ചോദ്യം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ നിങ്ങളെ ചതിച്ചാൽ ആ ചതി കൊണ്ട് അയാൾ ഒരു കോടീശ്വരനൊന്നും ആകാൻ പോകുന്നില്ല. ആ ചതി കൊണ്ട് നിങ്ങൾ ഒന്നുമില്ലാത്തവനായും തീരുന്നില്ല. ഒരാൾ നിങ്ങളെ ചതിച്ചാൽ സ്തോത്രം പറയുക. കാരണം നിങ്ങളല്ല അയാളെ ചതിച്ചത്, അയാൾ നിങ്ങളെയാണ് ചതിച്ചത്. നിങ്ങൾ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളെ ഒരാൾ ചതിച്ചാൽ ദൈവത്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ചതി സഹിക്കുന്നത്. സ്തോത്രം പറയുക. പിന്നെ പണം കടം വാങ്ങുന്ന ആളുകൾ, ചില ആളുകളുണ്ട്, അവർ വന്ന് പണം കടം ചോദിക്കും. പണം കൊടുത്താൽ പിന്നെ ആ പണം തിരിച്ചു കിട്ടും എന്ന് വിചാരിക്കേണ്ട. ഇങ്ങനെയുള്ള ആളുകൾ, ഇവർക്ക് നാം പണം കൊടുത്താൽ നാം അവരുടെ സാമ്പത്തിക അച്ചടക്കമില്ലാത്ത ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒരാവശ്യവുമായ ഒരാൾ വന്നാൽ പണം കടം ചോദിച്ചാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇതാണ്: എനിക്ക് പണം കടം തരാൻ നിവൃത്തിയില്ല, കാരണം ഈ പണം എനിക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഇത്രയും പണമുണ്ട്, അത് ഞാൻ തരാം, അത് തിരിച്ചു തരണ്ട എന്ന് പറഞ്ഞു വേണമെങ്കിൽ കൊടുക്കാം. അത് പറയാതെ കൊടുത്താലും മതി. നമ്മുടെ കയ്യിൽ നമ്മുടെ ആവശ്യത്തിനിരിക്കുന്ന പണം സാമ്പത്തികമായ അച്ചടക്കമില്ലാത്ത ഒരാൾക്ക് എടുത്തു കൊടുത്ത് അയാളുടെ ധൂർത്തിനെ നാം പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു വ്യക്തി ആവശ്യത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് പണം കൊടുത്താൽ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം എങ്കിൽ പണം കടം കൊടുക്കണ്ട, മറിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന എത്രയാണോ
ദാനമായി കൊടുക്കാൻ പറ്റുന്നത് എത്രയാണോ അത് കൊടുക്കുക. കടം കൊടുത്താൽ പിന്നെ ആ കടം വാങ്ങാൻ വേണ്ടി ആളുടെ പുറകെ നടന്ന് നമ്മുടെ സമയവും മനസമാധാനവും ഇല്ലാതെയാകും. അതിലും എത്രയോ നല്ലതാണ് നമ്മുടെ കയ്യിൽ ആർക്കെങ്കിലും കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്ത് കാര്യം അവസാനിപ്പിക്കുക. 31 വാക്യത്തിൽ മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവിൻ. ഇതിനെക്കുറിച്ച് വേദപണ്ഡിതാക്കൾ ഗോൾഡൻ റൂൾ, സുവർണ നിയമം എന്നാണ് പറയുന്നത്. ഈ നിയമം അനുസരിച്ച് ജീവിച്ചാൽ വാസ്തവത്തിൽ ഒരു സമൂഹത്തിലും ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറുക. ഇങ്ങനെ പെരുമാറിയാൽ സമൂഹത്തിൽ മാത്രമല്ല, കുടുംബത്തിലും സഭയിലും ഒന്നും പ്രശ്നം ഉണ്ടാകുകയില്ല. കർത്താവ് വളരെ ലളിതമായ ഒരു കാര്യമാണ് പറഞ്ഞത്. ഇത് നാം പാലിച്ചാൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷമുള്ളതായി മാറും. നമ്മുടെ സമൂഹങ്ങൾ അനുഗ്രഹിക്കപ്പെടും. 32 വാക്യം മുതൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്നാണ് കർത്താവ് പറയുന്നത്. സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നവർ, നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവർക്ക് ഉപകാരം ചെയ്യുന്നവർ, നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് പകരം നന്മ ചെയ്യുന്നവർ, മടക്കിത്തരുമെന്ന് ഉറപ്പുള്ളവർക്ക് കടം കൊടുക്കുന്നവർ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വേറെയും ആളുകളുണ്ട് ഈ ഭൂമിയിൽ. അതാരാണ്? പാപികൾ, ദുഷ്ടന്മാരായ ആളുകൾ. അവർ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. നിങ്ങൾ അങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ നിങ്ങളും പാപികളുമായി ഒരു വ്യത്യാസവുമില്ല എന്നാണ് കർത്താവ് പറയുന്നത്. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ പാപികളിൽ നിന്നും വ്യത്യസ്തരായിരിക്കണം. എങ്ങനെ വ്യത്യസ്തരാവാൻ സാധിക്കും? അതാണ് നാം ഇതുവരെ കേട്ടത്. ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, നിങ്ങളുടെ വസ്ത്രം എടുക്കുന്നവന് പുതപ്പ് കൊടുക്കുക, മടക്കിത്തരില്ല എന്ന് ഉറപ്പുള്ള ആൾക്ക് ദാനം കൊടുക്കുക. ഇതൊക്കെ ചെയ്താൽ നിങ്ങൾ പാപികളിൽ നിന്നും വ്യത്യസ്തരാകും. അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ശേഷം മനുഷ്യരെ പോലെയാണ് നിങ്ങൾക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്? 35 വാക്യത്തിൽ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവർക്ക് നിങ്ങൾ ഉപകാരം ചെയ്താൽ പ്രതിഫലം ആദ്യം വാങ്ങിയിട്ടാണ് നിങ്ങൾ ഒരാൾക്ക് ഉപകാരം ചെയ്യുന്നത്. കടം തിരിച്ചു തരുന്ന ഒരാൾക്കാണ് നാം പണം കൊടുക്കുന്നതെങ്കിൽ എന്താണ് പ്രതിഫലം? നമ്മുടെ കയ്യിൽ ഇരുന്ന് ചിലവായി പോകാതെ അയാളുടെ കയ്യിൽ പൈസ ഇരിക്കുന്നു, അയാൾ കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ തിരിച്ചു തരുന്നു. ഇതിലെന്താണ് ഉപകാരം? ഇതിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടേണ്ടത്? പ്രതിഫലം കിട്ടത്തക്കതായി നിങ്ങളൊന്നും ചെയ്യുന്നില്ല. എന്നാൽ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് സഹായം ചെയ്യുക, തിരിച്ചു തരാൻ സാധ്യതയില്ലാത്തവർക്ക് പണം കൊടുക്കുക. ഇത് ചെയ്താൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. പക്ഷേ പ്രതിഫലം മാത്രമല്ല കർത്താവോട് പറയുന്നത്, നിങ്ങൾ അത്യുന്നതൻ്റെ മക്കളാകും. എന്ന് വച്ചാൽ ദൈവമക്കൾ. കർത്താവിടെ ദൈവമക്കളെന്നല്ല പറഞ്ഞത്, മറിച്ച് അത്യുന്നതൻ്റെ മക്കൾ എന്ന് വച്ചാൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അധികാരമുള്ള ആളുടെ മക്കളാണ് നിങ്ങൾ. ഒരു അപ്പൻ്റെ സ്വഭാവം മക്കൾക്കുണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. എന്താണ് അത്യുന്നതൻ്റെ സ്വഭാവം? അത് 35 വാക്യത്തിൻ്റെ അവസാനം പറയുന്നു, നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും അത്യുന്നതനായ ദൈവം ദയാലുവാണ്. നമ്മിൽ ഭൂരിപക്ഷം പേർക്കും ഒരു കാരണവശാലും സഹിക്കാൻ പറ്റാത്ത ഒരു കൂട്ടം ആളുകളാണ് നന്ദി കെട്ടവർ. നന്ദിയില്ലാത്തവരെക്കുറിച്ച് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അത്ര വെറുക്കപ്പെട്ട ആളുകളാണ് നന്ദിയില്ലാത്തവർ. നാം ഒരു ഉപകാരം ചെയ്തു, തിരിച്ച് യാതൊരു നന്ദിയും കാണിക്കാത്തവർ. അതുപോലെ തന്നെ ദുഷ്ടന്മാർ, ദുഷ്ടത പ്രവർത്തിക്കുന്നവർ. ഈ രണ്ട് കൂട്ടരോടും സാധാരണഗതിയിൽ മനുഷ്യർ ദയ കാണിക്കില്ല. അത്യുന്നതനായ ദൈവം ഈ രണ്ടു കൂട്ടരോടും ദയാലുവാണ്.
ആ അത്യുന്നതനായ ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടാകണം. 36 വാക്യത്തിൽ താൻ അത് വീണ്ടും പറയുകയാണ്, അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകുവിൻ. അനേക ആളുകൾ അവരെ തന്നെ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. സ്തോത്രം, വളരെ നല്ല കാര്യം. പക്ഷേ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ദൈവമക്കളുടെ സ്വഭാവം എന്തായിരിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ദൈവമക്കളായത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാണ്, സംശയമില്ല. പക്ഷേ നിങ്ങൾ ദൈവമക്കളാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്കുണ്ടാകണം. നന്ദികെട്ടവനോടും നീതിമാനോടും ദയാലു, എല്ലാവരോടും മനസ്സലിവുള്ള ദൈവം. ആ ദൈവത്തിൻ്റെ മകനാണോ മകളാണോ നിങ്ങൾ? അതറിയാനുള്ള ടെസ്റ്റാണ് ഈ വാക്യങ്ങളിൽ നാം വായിച്ചത്. നമ്മെ ഉപദ്രവിക്കുന്നവരോടുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? നമ്മളെ പരിഹസിക്കുന്നവർ, നമ്മെ ചൂഷണം ചെയ്യുന്നവർ, നമ്മിൽ നിന്നും അന്യായമായി പണം പറ്റുന്നവർ, അവരോടുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? ആ പ്രതികരണം നാം ദൈവമക്കളാണോ അല്ലയോ എന്ന് വെളിപ്പെടുത്തുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പിതാവാണ്. എന്നാൽ അവിടുത്തെ സ്വഭാവം ഞങ്ങളിൽ പ്രതിഫലിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയെപ്പോലെ ദയാലുവും മനസ്സലിവും ഉള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.